അപ്പോൾ നമുക്കിന്ന് സൺഡേ ഒക്കെ ആയിട്ട് ബീഫും കായയും കൂടി ഒരു കറി വെച്ചാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫൊക്കെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും പൊടികളൊക്കെ ആവാൻ പാകത്തിന് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 8 വിസിൽ വരുത്തിയെടുത്തായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ബീഫൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കായൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്തായിരുന്നു കേട്ടോ. ചെറിയ തക്കാളി ആയിരുന്നു കാരണം 2 തക്കാളി എടുത്തായിരുന്നു. അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്കുള്ള കായും ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സബോളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരണ വരെ വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വച്ചേക്കണം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് കിട്ടണ വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ എടുത്തത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടിയാണ് കേട്ടോ. പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടണ വരെ ഒരു 5 മിനിറ്റോളം നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പൊടിയേ ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേണ്ട കായ ചേർത്ത് കൊടുക്കാം. കായ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ കായയിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വച്ചേക്കണ ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ആ കായൊക്കെ വെന്ത് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ആ കായയും മസാലയും എല്ലാം ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കായൊക്കെ ഇവിടെ നല്ലോണം വെന്ത് ബീഫിനോട് ചേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീഫ് നമ്മൾ ആദ്യം വേവിച്ചെടുത്തതാണ്. അപ്പോൾ കായയും കൂടി നല്ലോണം വെന്ത് ബീഫിനോട് ചേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബീഫും കായയും കൂടി വച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.